അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വാർത്തകളുടെ ഒരു ചുരുക്കം പരിശോധിച്ചു. ഇനി വിശദമായി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലേക്ക് കടക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിലെ ഹസനിലെ ആ പ്രതിസന്ധിയിലെ കുറിച്ച് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹസനിൽ 40 ദിവസത്തിനിടെ 21 ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇത് ഉണ്ടാക്കുന്നത് വലിയ ആശങ്കയാണ്. മരണത്തിന് കാരണമായത് കോവിഡ് വാക്സിൻ എന്ന സംശയം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ വാദം ആരോഗ്യവകുപ്പ് തള്ളുകയാണ്. എന്തുകൊണ്ടാവും ഈ അസാധാരണ ദുരന്തം ഉണ്ടായത് എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുന്നുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 40 ദിവസത്തിനിടെ ഒരു പ്രദേശത്തെ 21 ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം കൊല്ലപ്പെടുന്ന സാഹചര്യം. എന്താണ് ഇപ്പോൾ നിലവിലുള്ള അഭ്യൂഹങ്ങൾ, പ്രാഥമിക നിഗമനങ്ങൾ ഒക്കെ? ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഹാസൻ ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 22 ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. അതിൽ നമുക്കറിയാം, തുടക്കത്തിലൊക്കെ പ്രായമായവരെയും ഒപ്പം തന്നെ വ്യായാമം ഇല്ലാത്തവരെയും പുകവലിക്കാരെയും ഒക്കെ ആയിരുന്നു ഈ രോഗം പിടികൂടിയെങ്കിൽ ഇപ്പോൾ ലിംഗഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ എല്ലാവരെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെയാണ് ഹാസനിൽ കഴിഞ്ഞ കുറച്ചു നാളത്തെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഹാസൻ ജില്ലയിൽ മാത്രം ഈ രീതിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 22. അതായത് ആ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരമാണ് ഈ ഒരു കണക്ക്. അതായത് ഹാസനിൽ 21 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ 19 മുതൽ 25 വയസ്സുകൾക്കിടയിൽ പ്രായമുള്ള 5 പേർ ആണ് മരണപ്പെട്ടുള്ളത്. 25നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 8 പേരും മരണപ്പെട്ടിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള 8 പേർ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കണക്ക് ഈ 21 ഉയരുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിനിടെ 507 കേസുകൾ കർണാടകയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ ഹാസൻ ജില്ലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഈ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് കർണാടക സർക്കാർ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാനൊരു നീക്കം നടത്തുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്രത്തോളം മരണം ഈ യുവാക്കളിലേക്ക് കൂടി വരുന്നു? അത്തരത്തിൽ പ്രായഭേദമന്യേ ആളുകൾക്ക് ഈ ഒരു രോഗം പിടിപെടുന്നു, അല്ലെങ്കിൽ ഹൃദയാഘാതം മൂലം ഇവർ മരണപ്പെടുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ കൃത്യമായ ഡേറ്റകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നടക്കമുള്ള കാരണങ്ങൾ അവർക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേളയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. അതായത് കോവിഡ്-19 വാക്സിൻ എടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ രാജ്യത്ത് കോവിഡ് പടർന്നു പിടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കണക്കുകൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകളെ ഇത് ബാധിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ കോവിഡ്-19 വാക്സിൻ എടുത്തതിന് ശേഷമാണോ ഈ രീതിയിൽ പ്രായഭേദമന്യേ ആളുകളിലേക്ക് ഈ ഹൃദയാഘാതം ഉണ്ടായി ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള അതിനുശേഷമാണ് അത് രാജ്യതലത്തിലേക്ക് കൂടി വരികയും ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതൽ പേരിലേക്ക്, അതായത് പ്രായം കുറഞ്ഞവരുടെ മരണങ്ങളാണ് ഏറെയും റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കർണാടക മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ രാജ്യത്തുടനീളമുള്ള ചില പഠനങ്ങൾ ICRMലും ഒപ്പം തന്നെ ഡൽഹി എയിംസും കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലെ കോവിഡ്-19 വാക്സിനുകൾ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അവർ നൽകുകയും ചെയ്തത്. ഒരു തരത്തിലും കോവിഡ്-19 വാക്സിൻ മൂലമല്ല ഇത്തരത്തിലുള്ള മരണം ഉണ്ടാകുന്നത് എന്നുള്ള തറപ്പിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇത്തരത്തിൽ ഇവർ നൽകുകയും ചെയ്യുന്നത്. അതായത് ഈ വാക്സിനുകൾ സുരക്ഷിതമാണ്. കണ്ടെത്തൽ ഡൽഹി എയിംസ് നടത്തിയ പഠനത്തിലാണ്. ഈ പഠനം യുവാക്കളിലും ഒപ്പം തന്നെ 60 വയസ്സ് മുകളിലുള്ള ആളുകളിലും പരിശോധന നടത്തി. ഒപ്പം തന്നെ 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ആളുകളിൽ പരിശോധന നടത്തി. 15നും 25നും ഇടയിലുള്ള ആളുകളിൽ പ്രത്യേകം പരിശോധന നടത്തി. 25നും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിലും കൃത്യമായി പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജീവിതശൈലിയും നിലവിലുള്ള രോഗാവസ്ഥയുമാകാം ഇതിന് കാരണമെന്നുള്ളത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യായാമം നിരന്തരം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അനങ്ങാതെ ഇരിക്കുക എന്ന് നമ്മൾ സാധാരണ പറയുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്നവരിലേക്ക് പെട്ടെന്ന് ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ അനങ്ങാതെ ഇരിക്കുക, മറ്റു പണിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു രോഗമായി ഇത് മാറാം. അങ്ങനെ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
മറ്റൊന്ന് പ്രായം കൂടുമ്പോൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 60 വയസ്സിലേക്ക് മുകളിലേക്കുള്ള പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് ഈ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു കണക്കുകൾ കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പുകവലിയാണ്. നമുക്കറിയാം, രാജ്യത്തുടനീളം പുകവലി കൂടുതൽ പേർ പുകവലിക്കുന്നവരാണ്. അത്തരത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ പുകവലിക്കുന്നു എന്നുള്ള കണക്കുകളൊക്കെ നേരത്തെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കണക്കുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഒക്കെ പുറത്തുവിടുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഉള്ള സാഹചര്യം അതൊരു കാരണമാകാമെന്ന് കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ, ഹാസൻ ജില്ലയിൽ ഇത്രയും അധികം മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യം, ഇത്രയും ഗുരുതരമായൊരു ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം, ഭയാനകരമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നു. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി നടത്തിയ ആ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പഠനം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തത്. അതായത് അവർ തറപ്പിച്ച് പറയുന്നു കോവിഡ് വാക്സിനുകൾക്ക് ഇത് ബന്ധമില്ല എന്നുള്ളതാണ്. നമുക്കൊരു മറ്റ് കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു കണക്കുകൾ 2020, അതായത് ഈ കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ മരണകാരണം ഹൃദയാഘാതമായി എന്നുള്ള രാജ്യത്തെ കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ 2020 28,579 മരണമാണ് രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതും ഹൃദയാഘാതം മൂലമാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും നോക്കേണ്ടത്. 2020 മാത്രം 28,579 പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് 2021 വന്നപ്പോൾ 28,413, അതായത് താരതമ്യേന ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 100 കേസോളം 150 കേസോളം കുറവ് 2021 സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ കണക്ക് ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. 2022 വന്നപ്പോൾ അത് 12% വർദ്ധിച്ചുകൊണ്ട് 32,457 മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ, അതിലൊന്ന് കർണാടകയാണ്, മഹാരാഷ്ട്രയുണ്ട്, രാജസ്ഥാനുണ്ട്, ഒപ്പം തന്നെ മധ്യപ്രദേശുണ്ട്, ഉത്തർപ്രദേശുണ്ട്. ഇത്രയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. കേരളത്തിലെ കണക്കുകൾ അത് വരും മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ചിത്രം വരും. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മലപ്പുറത്ത് സമാനമായ ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്തത്. അച്ഛനും മകനും ഒരേ രീതിയിൽ ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തൊരു പശ്ചാത്തലമാണ് അത്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ നമ്മൾ വരും മണിക്കൂറുകൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. നിലവിൽ ഈ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കണക്ക് 2022 റിപ്പോർട്ട് ചെയ്തത്. 2023 വരുമ്പോൾ ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് 2022 32,457 മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2023 31,410 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ചില ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം. അതിൻ്റെ ICMRന്റെ റിപ്പോർട്ടിന് ശേഷം ഒപ്പം തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ ഈ കണക്കുകൾ പുറത്തുവിടുന്നത്. 2023 31,410 പേർ ഹൃദയാഘാതം മൂലം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു എന്നുള്ളതാണ്. 2024 വരുമ്പോൾ അത് 33,231 വരുന്നു. അതായത് വീണ്ടും ഈ ശതമാന കണക്കുകൾ കൂടി വരികയാണ്, മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ്. രാജ്യത്തുടനീളം ഈ മറ്റ് ആക്സിഡൻ്റൽ രീതിയിലോ അല്ലെങ്കിൽ മറ്റ് ക്രൈമിലൂടെയോ ഏതെങ്കിലും തരത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ഇതിലും 10 മടങ്ങാണ്. അതിൻ്റെ ചെറിയ കണക്കുകൾ മാത്രം എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് അതിലാണ് ഈ 33,510 പേർ 2024 ഈ ഹൃദയാഘാതം മൂലം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. 2025 കണക്കുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഈ 2020 മുതൽ 24 വരെയുള്ള കണക്കുകളാണ് പരിശോധിച്ചത്. അത് രാജ്യത്ത് ഉടനീളമുള്ള ഒരു കണക്കുകൾ പരിശോധിച്ചു. അതെ, ശരിയാണ്. നമ്മുടെ എല്ലാം ജീവിതശൈലി മാറിയിട്ടുണ്ട്, ഭക്ഷണ രീതി മാറിയിട്ടുണ്ട്, വ്യായാമമില്ല, പുകവലിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഹൃദയാഘാതം, ഹൃദയസ്തംഭനം പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കർണാടകയിലെ ഹാസനിലെ വിഷയം എടുത്താൽ രാജ്യത്തെമ്പാടുമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മേഖലയിൽ മാത്രം ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഒരുപാട് പേർ സമാനമായ രീതിയിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നു എന്നതാണല്ലോ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. അതും ഈ 19 വയസ്സ് മുതൽ ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഈ എല്ലാ ആളുകളെയും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും നോക്കിയാൽ കൂടുതൽ ആളുകളും ഭൂരിഭാഗം ആളുകളും കൃത്യമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരോ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന ആളുകളുമല്ല.
പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റ് മേഖലകളിൽ ഒന്നും ഇല്ലാത്തതുപോലെ എന്തുകൊണ്ട് ഹാസനിൽ മാത്രം ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നതല്ലേ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇപ്പോൾ ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ച കാര്യമാണ് മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ പെരിഫറലായിട്ടുള്ള ചില നിഗമനങ്ങൾ നടത്തുന്നതിനപ്പുറം എത്രത്തോളം ഗൗരവമായിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്, സമീപിക്കുന്നുണ്ട്? നിലവിലെ സാഹചര്യത്തിൽ ഹാസനിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുക്കുമ്പോൾ മാത്രം ഹാസൻ ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ മാത്രം 507 കേസുകൾ ഇതിന് സമാനമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 40 ദിവസത്തിനെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. 22 പേരോളം മരണപ്പെട്ടു എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കർണാടക സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം പ്രഖ്യാപിച്ചു. എന്താണ് ഇതിന് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രായഭേദമന്യേ ഈ ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത്, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണ രീതി ഉണ്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാണോ, അതൊക്കെ കൃത്യമായി അറിയേണ്ടതായിട്ടുണ്ട്. അതൊരു പഠനമാക്കുക. ഒപ്പം തന്നെ അത് പഠിച്ചതിന് ശേഷം വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകുക. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതികരണവും, ഒപ്പം തന്നെ കോവിഡ് വാക്സിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു റിയാക്ഷൻ സംഭവിച്ചതാകാമോ ഇത്തരത്തിൽ ഈ ഒരു മരണം ഇത്രയും അധികം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു സിദ്ധരാമയ്യ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇത് കൂടുതൽ ഗൗരവത്തോടെ കാണുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഈ ദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. സ്വാഭാവികമായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകും. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് എന്താണ് ഹാസനിൽ ഇത്രയധികം മരണം റിപ്പോർട്ട് ചെയ്യാൻ സാഹചര്യം ഒരുക്കിയത്, അതിനെന്താണ് കാരണം നടക്കം കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലേക്ക് സ്വാഭാവികമായും ഒരു നടപടി എന്നുള്ള രീതിയിൽ കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ വരും മണിക്കൂറിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി. ഈ റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തുവിട്ടത് ആരോഗ്യ മന്ത്രാലയം. അതായത് അതിൽ അവർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഒരു തരത്തിലും ഈ COVID-19 വാക്സിൻ എടുത്തത് മൂലമല്ല എന്ന് സ്ഥാപിക്കുക. കാരണം അതിലെ ലോജിക്കലി നമുക്ക് തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ രാജ്യത്തെ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ കോവിഡ് വാക്സിൻ. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾക്ക് മാത്രം അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതൊരു ലോജിക്കൽ ആൻസർ കൂടിയല്ലേ അതിന്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു മുഖ്യമന്ത്രിയാണ്, കർണാടകയിലെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും രാജ്യത്തുടനീളമുള്ളവർ കേൾക്കുന്നതാണ്. ദേശീയതലത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായും എല്ലാവരും ഭൂരിഭാഗം, എനിക്ക് തോന്നുന്നു, നമുക്ക് കണക്കറിയില്ല എങ്കിൽ പോലും തന്നെ ഒരു 90% ആളുകളും COVID-19 വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ വലിയ ആശങ്കയുണ്ടാകും, വലിയ ഭയമുണ്ടാകും. കാരണം നമ്മളെല്ലാം എടുത്തതാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ എടുത്തതാണ്. അപ്പോൾ ഇനി എനിക്ക് ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുമോ, അല്ലെങ്കിൽ താൻ ഇതൊന്നും ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ അലസമായ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ COVID-19 വാക്സിൻ എടുത്തതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഹൃദയാഘാതം വരും എന്നുള്ള രീതിയിലുള്ള ചില ഭയമുണ്ടാകാം. അത് ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പഠനം ഡൽഹി എയിംസ് കേന്ദ്രീകരിച്ച് നടത്തിയത്. ഒരു തരത്തിലും കോവിഡ് വാക്സിൻ കാരണമല്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അപ്പോൾ മറ്റെന്ത് കാരണം എന്നതിന് കൃത്യമായ ഉത്തരം വേണം. അതിനുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കർണാടകയിലെ ഹസനിൽ ഇത്തരത്തിൽ 40 ദിവസത്തിനിടയിൽ 22 ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന സാഹചര്യം വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയത് ഉൾപ്പെടെ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ തള്ളാതെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട്. ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ ചട്ടലംഘനമാണെങ്കിലും നടപടി വേണ്ടതാണ് ശുപാർശ. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. തുറന്നു പറച്ചിൽ കൊണ്ട് ഗുണമുണ്ടായതായി ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും കുറ്റം പറഞ്ഞിട്ടില്ലെന്നും ബ്യൂറോക്രസിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്നും ഡോക്ടർ ഹാരിസ് ആവർത്തിച്ചു. എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും ഡോക്ടർ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. ഞാൻ എഴുതിയിരുന്നതിലോ പറഞ്ഞതിലോ മാധ്യമങ്ങളോട് പങ്കുവച്ചതിലോ ഒരു കാര്യത്തിൽ പോലും തെറ്റ് ഇല്ല. അതിനെല്ലാം തെളിവുള്ളത് കൊണ്ടാണ് തെളിവുകളെല്ലാം അന്വേഷണ സമിതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ആരോഗ്യ വകുപ്പ് അത് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് മാത്രമാണ് ഞാനത് എഴുതിയിരുന്നത്. ആ ഫേസ്ബുക്ക് 3 പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു. 3ലും സർക്കാരിനെയോ ആരോഗ്യ വകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. അത് ആ പ്രശ്നം ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കുമെന്നും അടിയന്തരമായി പരിഹരിക്കുമെന്നും എന്റെ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ.
സാരംഗ് സുധാകരൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ചെയ്തത് അത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ, വെളിപ്പെടുത്തൽ പൊതുമധ്യത്തിൽ നടത്തിയത് തെറ്റായി പോയി എന്നും അത്തരത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ തൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആ സമയത്തെ ലക്ഷ്യം സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കുക, കൃത്യസമയത്ത് ശസ്ത്രക്രിയ നടത്തുക, അതിന് മറ്റൊരു വഴിയും കാണാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഈ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അദ്ദേഹം ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നില്ലല്ലോ. ഡോക്ടർ ഹാരിസ് എന്തു പറഞ്ഞോ ആ വിഷയങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന വിവരങ്ങൾ തന്നെയല്ലേ ആ റിപ്പോർട്ടിലും ഉള്ളത്? യെസ്, സാരംഗിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. സാരംഗിന് ചോദ്യം കേൾക്കുന്നതിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടു എന്നതാണ് കരുതുന്നത്. എന്തായാലും സർക്കാർ തന്നെ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പിന് കൈമാറുകയാണ്, ആരോഗ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഡോക്ടർ ഹാരിസ് എന്തൊക്കെ വിഷയങ്ങളാണോ ഉയർത്തിക്കാട്ടിയത്, എന്തൊക്കെ പ്രതിസന്ധികളാണോ ഉയർത്തിക്കാട്ടിയത്, ആ വിഷയങ്ങളൊക്കെയും ഈ ആരോഗ്യ മേഖലയിലുണ്ട്, മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിലുണ്ട് എന്ന് ശരിവെക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് ചട്ടലംഘനമാണെങ്കിൽ ചട്ടലംഘനമാണ്. പക്ഷേ എന്നാൽ പോലും ഡോക്ടറിന് എതിരെ ഒരു നടപടി വേണ്ട എന്നും ആ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, തുടരാം. തീർച്ചയായും അത്തരത്തിലാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയല്ലെങ്കിലും ചില കാര്യങ്ങൾ, അതായത് ഈ സർജറി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു അന്വേഷണ പരിധിയിൽ ഡോക്ടർമാർ എടുത്തിട്ടില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അച്ചടക്കലംഘനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വ്യാപകമായ ഒരു പ്രശ്നമില്ല. അത്തരത്തിൽ ഒരു ഒന്നോ രണ്ടോ സർജറികൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വ്യാപകമായി ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല പല പ്രതിസന്ധികളുമുണ്ട്. ഈ ഒരു സൂപ്രണ്ടിനും ഡോക്ടർമാർക്കും ഈ ഒരു സാധനങ്ങൾ വാങ്ങുന്നതിലും മറ്റും പ്രതിസന്ധി നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇതിൽ പല സാങ്കേതിക തടസ്സങ്ങളും നേരിടുന്നുണ്ട്. അത് കാരണമാണ് പല ഉപകരണങ്ങളും ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള കാലതാമസം നേരിടുന്നത്. അത്തരത്തിലുള്ള പല ശുപാർശകളും ഒപ്പം തന്നെ ഈ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 പേജോളം അടങ്ങുന്ന നിർദ്ദേശങ്ങൾ ഹാരിസ് ചിറക്കൽ തന്നെ ഈ ഒരു അന്വേഷണ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചു എന്ന് നമുക്കറിയാം. നമ്മളോട് പങ്കുവച്ചിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സാഹചര്യം മാത്രം വിലയിരുത്തിയാണ് ഇത്തരത്തിൽ പരിശോധന ഈ ഒരു അന്വേഷണ സംഘം അന്വേഷണം നടത്തിയതെങ്കിലും ഇത് മറ്റ് ആശുപത്രികളിലേക്കും മറ്റും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നിലവിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്നു. മാത്രമല്ല ഈ ചുവപ്പുനാടയിൽ കുരുങ്ങി പല ചികിത്സകളും മുടങ്ങുന്നു. മാത്രമല്ല കാലതാമസം നേരിടുന്നു. ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കാലതാമസം നേരിടുന്നു എന്നിങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. ഈ ഒരു സർജറി മാറ്റിവെച്ച കാര്യം ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന കാലതാമസത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം ഈ റിപ്പോർട്ട് വഴി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അന്വേഷണ കമ്മീഷൻ പരിഗണിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ.
ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത പറഞ്ഞത്. വാർത്തകളിലേക്ക്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടിയോടെ ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ സർക്കാർ ഗവർണർ പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. വൈസ് ചാൻസലറെ ഉപയോഗിച്ച് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐയും SFIയും മാർച്ച് നടത്തുകയും സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റിന് മുന്നിൽ ബാനർ കെട്ടുകയും ചെയ്തു. അതേസമയം വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും. നടപടിക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് തീരുമാനം. അതിനിടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രാജ്ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചു. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഒരു വശത്ത് ഗവർണർക്കെതിരായും VCക്കെതിരായുമുള്ള പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുകയാണ്. മറുവശത്ത് ഇപ്പോൾ VCയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് BJP അനുകൂല സംഘടനകൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയില്ലേ? അപ്പോൾ SFI രജിസ്ട്രാർക്ക് സംരക്ഷണം ഒരുക്കുക എന്ന തരത്തിൽ രംഗത്തേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകില്ലേ? എങ്ങോട്ടാണ് ഈ പോര് പോകുന്നത്? ആര്യ, സർക്കാർ ഗവർണർ പോര് അത് സർവകലാശാലയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ സർവകലാശാല വിഷയത്തിലാണ് ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ VC ഗവർണറുടെ താല്പര്യപ്രകാരം, ഗവർണറുടെ പരോക്ഷ നിർദ്ദേശപ്രകാരം VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്നാണ് അറിയിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലുണ്ട്, വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഇന്നലെയും നഗരത്തിൽ രാജ്ഭവന് മുന്നിൽ വലിയ സംഘർഷമാണ് SFIയുടെ DYFIയുടെ മാർച്ചിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ VC ഇന്നലെ റഷ്യയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പകരം ചുമതല ഏറ്റെടുക്കേണ്ട സിസ തോമസ് ഒരുപക്ഷെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയേക്കും. എങ്കിൽ അവരെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. മറ്റൊന്ന്, ഈ അനിൽകുമാർ ഇന്നും ഓഫീസിലേക്ക് എത്തും. അപ്പോൾ അനിൽകുമാറിനെ തടയാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ABVPയും അതുപോലെ തന്നെ BJP നേതൃത്വവും ഒക്കെ പറയുന്നത്. പക്ഷേ VC ഇന്നലെ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഇന്ന് വീണ്ടും ഓഫീസിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു അസാധാരണ നടപടിക്രമങ്ങളിലേക്കാകും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക. VCയുടെ സസ്പെൻഷൻ അംഗീകരിക്കില്ല, അതിന് കീറ കടലാസിന്റെ വില മാത്രമേ നൽകൂവെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും. നിയമ വഴിയിലേക്ക് പോകുമെന്ന് രജിസ്ട്രാറും വ്യക്തമാക്കിയിരുന്നു. രജിസ്ട്രാറുടെ ഓഫീസിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഓഫീസിലേക്ക് അല്പസമയത്തിനകം രജിസ്ട്രാർ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ എത്തിയാൽ ഏത് തരത്തിലുള്ള നടപടിയാകും? VC സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. VC സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥർ എങ്ങനെ ഇവിടേക്ക് എത്തും? ആ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന് ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും എത്രത്തോളം നിയമപരമായി നിൽക്കുമെന്ന സംശയമുണ്ട്. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് മാത്രമേ ഇനി ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ കഴിയൂ. കാരണം സിൻഡിക്കേറ്റിനാണ് ഒരു രജിസ്ട്രാർ ബോർഡ് ഉദ്യോഗസ്ഥരെ
സസ്പെൻഡ് ചെയ്യാനും നിയമിക്കാനുമുള്ള അധികാരമുള്ളത്. അത് മറികടന്നായിരുന്നു VC-യുടെ നീക്കം. അത് അംഗീകരിക്കാനാകുന്ന നിലപാടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ രജിസ്ട്രാറും സ്വീകരിക്കുന്നത്. ഏതായാലും ഈ അനിൽകുമാർ ഓഫീസിലേക്ക് എത്തിയാൽ എന്താകും VC-യുടെയും അതുപോലെ ഗവർണറുടെയും തുടർ നീക്കം? കാരണം ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽകുമാറിനെ ഗവർണറെ അവഹേളിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അത്തരമൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഷൻ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഓഫീസിലേക്ക് എത്തിയാൽ എന്താകും VC-യുടെയും അതുപോലെ തന്നെ VC അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെയും അതുപോലെ തന്നെ രാജ്ഭവന്റെയും തുടർ നീക്കമെന്നാണ് ഏറ്റവും നിർണായകം. ഇന്നും പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാകും. SFI രാജ്ഭവനിലേക്ക് 12 മണിയോടുകൂടി പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയും സംഘർഷത്തിലുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് പോലീസ് വലിയ സന്നാഹം ഒരുക്കുന്നുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഏതായാലും ഗവർണർ സർക്കാർ പോലെ പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ അത് പുതിയ സംഘർഷ സാധ്യതകൾ കൂടി തുറന്നിടുകയാണ്. നേരത്തെ നമുക്കറിയാം കുറെ കാലങ്ങളായി സർവകലാശാലയിൽ 2 തട്ടുണ്ട്. അത് ഒന്ന് VC ഗവർണറെ അനുകൂലിക്കുന്ന VC-യും അവർക്ക് പിന്തുണയുമായുള്ള BJP-യും, മറുവശത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രജിസ്ട്രാറിന് പൂർണ്ണ പിന്തുണ, VC-ക്കെതിരെയുള്ള നിലപാടുകൾ. ഇതാണ് സർവകലാശാല കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിക്കുന്നത്. അതിന് തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതുണ്ട്. ഇടവേളകൾ ചേരേണ്ടതുണ്ട്. ഇനി ഒരുപക്ഷെ VC തിരിച്ചെത്തിയ ശേഷം മാത്രമേ അതിനുള്ള നീക്കങ്ങൾ നടത്തുകയുള്ളൂ. സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ട ചുമതല, അതിനുള്ള അധികാരം സർവകലാശാല വൈസ് ചാൻസലർക്കാണ്. അദ്ദേഹം അതിന് ഈ ഇടതുപക്ഷ അംഗങ്ങളുടെ നോട്ടീസ് ലഭിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ മറ്റു പോംവഴികൾ അവർക്ക് മുന്നിലില്ല. ഈ അനിൽകുമാറിന്റെ സസ്പെൻഷന്റെ കാര്യത്തിലും അത് തിരുത്തൽ വേണമെങ്കിൽ സിൻഡിക്കേറ്റ് തീരുമാനിക്കണം, അല്ലെങ്കിൽ കോടതിയിൽ പോകണം. ഏതായാലും കോടതിയുടെ നിയമവഴി തേടുമെന്ന് അവർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന് അറിയേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം അനിൽകുമാർ ഇവിടെ ഓഫീസിലേക്ക് ഇന്നും എത്തും. സസ്പെൻഷൻ ഉത്തരവിന് കടലാസിന്റെ വില എന്ന് പറഞ്ഞ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയിൽ അനിൽകുമാർ വൈകാതെ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഓഫീസിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. സിസ തോമസും ഒരുപക്ഷെ ഇന്ന് ഈ താൽക്കാലിക ചുമതലയാണെങ്കിൽ പോലും, മോഹൻ കുന്നുമ്മൽ തിരികെ എത്തുന്നവരെയുള്ള ചുമതലയാണെങ്കിൽ പോലും സിസ തോമസും ആ ചുമതല ഏറ്റെടുക്കാൻ ഇവിടേക്ക് വന്നേക്കും. എങ്കിൽ അവരെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ശക്തമായിട്ടുള്ള പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുള്ളത്, അല്ലേ അരുൺ? തീർച്ചയായിട്ടും അത് പരിഗണിച്ച് തന്നെയാണ് പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെയും വലിയ പോലീസ് കാവൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാജ്ഭവൻ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികളും സംഘർഷവും ഒക്കെ. രാജ്ഭവനിലേക്ക് ആദ്യം SFI ആണ് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. അതിനുശേഷം DYFIയും മാർച്ച് സംഘടിപ്പിച്ചു. നമുക്കറിയാം ഭരണപക്ഷ സംഘടനകളാണ് കഴിഞ്ഞ കുറേ നാളുകൾ അത്തരത്തിലുള്ള വലിയ സംഘർഷാത്മക സമരങ്ങളിലേക്കൊന്നും SFIയും DYFIയും പോകാറില്ല. പക്ഷേ ഇന്നലെ വളരെ രൂക്ഷമായ ഒരു സമരമായിരുന്നു. പോലീസ് ബാരിക്കേഡ് മറികടന്ന്, പോലീസ് വലയം ഭേദിച്ച് രാജ്ഭവനിലേക്കുള്ള പ്രധാന പാതയിലേക്ക് ഈ ബാരിക്കേഡ് ചാടിക്കടന്ന് SFIയുടെയും DYFIയുടെയും പ്രവർത്തകർ എത്തിയിരുന്നു. അവരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസ് ശ്രമം സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഏറെ മണിക്കൂറുകൾ, രാത്രി 10:30 മണി വരെ പൂർണ്ണമായും സംഘർഷാത്മക സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലും ഗവർണർക്കെതിരെ ഒരു കറുത്ത ബാനർ SFI പ്രവർത്തകർ കെട്ടിയിട്ടുണ്ട്. അത് എല്ലാ സർവകലാശാലകളിലും. ശരി അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ VK സനോജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സനോജ്, ഇതിപ്പോൾ രജിസ്ട്രാർ VC-യുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് സർവകലാശാലയിലേക്ക് എത്തുകയാണ്. നിയമപരമായി നോക്കുമ്പോൾ അതൊരു നിയമത്തിന്റെ ലംഘനം തന്നെയല്ലേ? പിന്നീട് അതിന് ഒരു സപ്പോർട്ട് നൽകേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ സംഘടനയ്ക്ക്? നിയമലംഘനം നടത്തിയത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ ഇല്ലാത്ത അധികാരമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. രജിസ്ട്രാറെ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ്. അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ്. അപ്പൊ സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാറെ എന്ത് അവകാശത്തിന്റെ പേരിലാണ് ഇയാള് സസ്പെൻഡ് ചെയ്യുക? അപ്പൊ RSSന്റെ തിട്ടൂരമനുസരിച്ച്, RSSന്റെ തീരുമാനമനുസരിച്ച് വൈസ് ചാൻസലർ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് അവിടെയുള്ള ജീവനക്കാർക്കും നമ്മുടെ നാടിനാകെ പ്രഖ്യാപിക്കേണ്ടി വരും. അത് ഒരു നിയമപരമായ പ്രശ്നം കൂടിയായിട്ട് വരികയാണ്. ഏതായാലും ആ പ്രശ്നം കേരളം കൂടുതൽ ചർച്ച ചെയ്തിട്ട് എന്താണ് അവിടെ നടന്നതെന്ന്. ഒരു സർവകലാശാല ആസ്ഥാനം RSSന്റെ ശാഖയാക്കി മാറ്റാനുള്ള സ്ഥലമല്ലല്ലോ. ആ സർവകലാശാലയ്ക്ക് വലിയ ചരിത്രമുണ്ട്. ബോധപൂർവം RSS കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കാൻ നടത്തുന്ന ഇടപെടലാണ് ഇതിന്റെ പിന്നിൽ. ഇടതുപക്ഷ ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ വന്നപ്പോ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ വലിയ മാറ്റം, അത് അത്ഭുതകരമായിട്ടുള്ള മാറ്റമായിരുന്നു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരികയാണല്ലോ. കഴിഞ്ഞ ദിവസം വിവിധ യൂണിവേഴ്സിറ്റികൾ അവരുടെ ഡിഗ്രിക്ക് അവിടെ പഠനത്തിന് വന്ന ആളുകളുടെ ലിസ്റ്റ് പുറത്തു വിട്ടപ്പോ MG യൂണിവേഴ്സിറ്റി, കുസാറ്റ്, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അവിടെയെല്ലാം ആയിരക്കണക്കിന് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ എത്തിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുണ്ട്, UK നിന്നുണ്ട്, US നിന്നുണ്ട്, പിന്നെ ഈജിപ്തിൽ നിന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്. അപ്പോ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക്, ലോകമാകെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ്. ഈ മാറ്റത്തെയാണ് ഇത് തകർക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. RSSന് വളരെ കൃത്യമായ ഒരു അജണ്ട ഈ കാര്യത്തിലുണ്ട്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം തകർത്താൽ മാത്രമേ മതനിരപേക്ഷമായിട്ടൊരു അന്തരീക്ഷത്തെ ഇവിടെ തകർക്കാൻ വേണ്ടി കഴിയും. അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം പ്രതിരോധകരമായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇതിനു മുന്നിൽ ഒരു കാരണവശാലും മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും അല്ലേ? നേതൃത്വം കൊടുക്കും. ശക്തമായ പ്രതിഷേധത്തിന് DYFI നേതൃത്വം കൊടുക്കും. ശരി, വളരെ നന്ദി ശ്രീ VK സനോജ്, DYFI സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളോട് പ്രതികരിച്ചത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ശക്തമായ പ്രതിഷേധവുമായി യുവസംഘടനകൾ മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോൾ കൂടുതൽ അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം. നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇപ്പോൾ ഇൻചാർജായിട്ടുള്ള സിസ തോമസിനെതിരെയുള്ള ഒരു പ്രതിഷേധം അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സർവകലാശാലയിൽ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇടത് സംഘടനകൾ എന്താണ് വിശദീകരിക്കുന്നത്? സാധ്യത തള്ളിക്കളയാനാകില്ല. 10 മണിയോടുകൂടിയാണ് രജിസ്ട്രാർ അനിൽകുമാർ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അനിൽകുമാറിന് ഭരണഘടന നൽകിയാകും ഇവിടെ സ്വീകരിക്കുക. അത് ഇടത് ജീവനക്കാരുടെ സംഘടനകളും SFIയും ഒക്കെ ഭരണഘടനയുടെ വകുപ്പ് അനിൽകുമാർ നൽകി. കാരണം അദ്ദേഹം ഭരണഘടന സംരക്ഷിക്കാൻ നിലകൊണ്ടു എന്നൊരു വ്യാഖ്യാനമാണ് ഇടത് കേന്ദ്രങ്ങൾ നൽകുന്നത്. ഭാരതാംബ വിഷയം അത്തരത്തിൽ മതചിഹ്നമായി തന്നെ കാണണം. അത്തരത്തിൽ മതചിഹ്നങ്ങൾ കേരള സർവകലാശാല അനുവദിക്കാനാകില്ല. അതിനെതിരെയാണ് അദ്ദേഹം നിലപാടെടുത്തത്. അങ്ങനെ നിലപാടെടുത്ത അദ്ദേഹത്തെയാണ് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ ഗവർണറുടെ അനുഗ്രഹാശിസോടുകൂടി VC മോഹൻ കുന്നുമർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരണഘടന നൽകി സംരക്ഷിക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ സ്വീകരിക്കുന്നത്. 10 മണിയോടെ അദ്ദേഹം എത്തും. സിസ തോമസും 11 മണിക്ക് ശേഷം ഇവിടേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. അവർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അനിൽകുമാർ ചുമതല ഏറ്റെടുക്കാൻ വന്നാൽ അദ്ദേഹത്തെ തടയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കോ BJPയും മറ്റ് സംഘടനകളും തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അനിൽകുമാർ ഓഫീസിലെത്തും. അത് തികച്ചും അസാധാരണമായ നടപടിയാണ്. സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ സസ്പെൻഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ സസ്പെൻഷൻ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഓഫീസിലേക്ക് എത്തുക, ചുമതലയിൽ തുടരുക. ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോയ ശേഷം വൈകിട്ട് വീണ്ടും ഓഫീസിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ വരുന്നത് തികച്ചും അസാധാരണമായ നടപടിയാണ്. അതിനെങ്ങനെയാകും ഇനി? സ്വാഭാവികമായും സിൻഡിക്കേറ്റ് ഭൂരിപക്ഷം ഇടത് മുന്നണിക്കാണ്, ഇടത് മുന്നണിയുടെ അംഗങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു നടപടി അദ്ദേഹത്തിന് ഉണ്ടാകില്ല. അവിടെ ഉണ്ടാകേണ്ടത് ഗവർണറുടെ, സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ നീക്കങ്ങളാണ്, ഇടപെടലുകളാണ്. പ്രത്യേക അധികാരം ഉപയോഗിച്ച വൈസ് ചാൻസലർക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന കാര്യവും പ്രസക്തമാണ്. അതിനി എങ്ങനെ ഉണ്ടാകും? ഈ രജിസ്ട്രാർ അനിൽകുമാർ വീണ്ടും ഓഫീസിലേക്ക് എത്തിയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ രാജ്ഭവൻ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 10 മണിയോടുകൂടി അനിൽകുമാർ ഇവിടെ എത്തുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന് മുമ്പായി പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. SFIയുടെ മാർച്ച് രാജ്ഭവനിലേക്കാണ്. മറ്റൊരു വിഷയത്തിൽ KSU നഗരത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. KSU ഒക്കെ ഇന്നലെ ഈ ഗവർണർക്കെതിരെയും അതുപോലെ BCക്കെതിരെയും നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു. ABVP ഗവർണറെ പിന്തുണച്ചും രംഗത്ത് വന്നിരുന്നു. ഏതായാലും സർവകലാശാല വിഷയം പുതിയ ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ ഏറ്റവും വലിയ ആയുധമായി മാറുകയാണ്. രണ്ടു പക്ഷവും ഇതിന്റെ രാഷ്ട്രീയ സാധ്യതകൾ കൂടി കാണുന്നു. സംഘപരിവാറിന് വേണ്ടിയാണ് ഗവർണറും VCയും പ്രവർത്തിക്കുന്ന ആരോപണമാണ് CPM ഇടത് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗവർണർക്കെതിരായ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടമായി കൂടിയാണ് ഇടതു മുന്നണി കാണുന്നത്. രാഷ്ട്രീയ പോരാട്ട അവസരമായി കൂടിയാണ് കാണുന്നത്. BJPക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി CPM നേതൃത്വം കാണും. അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. കോൺഗ്രസിന്റെ UDFന്റെ പ്രധാന ആരോപണം ഒത്തുകളിയാണ് സംസ്ഥാനത്ത് BJPയും CPMഉം തമ്മിൽ എന്നുള്ളതാണ്. അത് മറികടക്കാനുള്ള ഏറ്റവും നല്ല ആയുധമായി ഈ ഗവർണർക്കെതിരെയുള്ള പോരാട്ടം ഇടതുപക്ഷം ഉപയോഗിക്കും. ഇപ്പോൾ അത് SFIയും DYFIയുമാണ് സമരരംഗത്തെങ്കിൽ വൈകാതെ CPMഉം ഈ സമരം ഏറ്റെടുത്തേക്കാം. ഇന്ന് തന്നെ MV ഗോവിന്ദന്റെ ലേഖനത്തിലൊക്കെ കടുത്ത വിമർശനം ഈ
ഈ ഗവർണർക്കെതിരെയുണ്ട്, ഇത്തരം നീക്കങ്ങൾക്കെതിരെയുണ്ട്. അതിലൊരു രാഷ്ട്രീയ സാധ്യത അവർ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഉയർത്തിപ്പിടിച്ചാകും ഇനിയുള്ള ദിവസങ്ങളിൽ CPM മുന്നോട്ട് പോവുക. CPM-നും സർക്കാരിനുമെതിരെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഈ കോൺഗ്രസും ഈ വിഷയത്തിൽ ഗവർണർക്കും VC-ക്കുമെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. VC-യുടെ നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസും സ്വീകരിക്കുന്നത്. ഇന്ന് തന്നെ MP ഗോവിന്ദൻ ലേഖനത്തിൽ ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തുന്നുവെന്നാണ് CPM ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നത്. വ്യക്തിപരമായ രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾ രാജ്ഭവനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്, ഭരണഘടനയ്ക്ക് വിധേയനായി അതിന്റെ സംരക്ഷകരായി നിൽക്കണമെന്ന് ദേശാഭിമാനി പറയുന്നു. രാജ്ഭവൻ വച്ചിട്ടുള്ളത് RSS സങ്കല്പത്തിലുള്ള ഭാരതമാതാവാണ്. കാവിസാരി അണിഞ്ഞ സ്ത്രീരൂപത്തെ ഭാരതമാതാവിന്റെ പ്രതീകമായി കാണാൻ കഴിയില്ല എന്നുള്ള കടുത്ത വിമർശനം ദേശാഭിമാനി ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷയം രാഷ്ട്രീയമായി കൂടി പൂർണ്ണമായും രാഷ്ട്രീയ വിഷയം മാറുകയാണ്. സർക്കാർ ഗവർണർ പോര് അതിന് രാഷ്ട്രീയ സാധ്യതകൾ തേടിയാണ് ഇടതുമുന്നണിയും UDF-ഉം അതുപോലെ BJP-യും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കൂടുതൽ രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും ഇന്ന് രജിസ്ട്രാർ വീണ്ടും ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഷൻ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറ്റ് പ്രതിഷേധ പരിപാടികളിലേക്കൊന്നും BJP-യുടെ സംഘടനകൾ കടക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നറിയണം. മാത്രമല്ല രജിസ്ട്രാറെ ഭരണഘടന നൽകി സ്വീകരിക്കാൻ അവിടെ SFI തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാൻ സർവ്വസജ്ജമായി പോലീസിന്റെ വലിയൊരു സന്നാഹവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല VC-യുടെ നിലവിലത്തെ ഇൻചാർജായിട്ടുള്ള സിസ തോമസ് അവിടേക്ക് 11 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയുന്നത്. അപ്പോൾ സിസ തോമസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ ഇടത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന്, അതും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കടുക്കുന്നു. ഇന്നലെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ കണ്ടതാണ്. സമാനമായ രീതിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് വീണ്ടും രാജ്ഭവന് മുന്നിൽ വലിയ പ്രതിഷേധ ധർണ നടത്താൻ തന്നെയാണ് SFI-യുടെ DYFI-യുടെയും തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ സമവായ ഫോർമുല ഇന്നു മുതൽ നടപ്പാക്കും. ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം ഞായറാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാന നടപ്പാക്കാമെന്നാണ് ധാരണ. അതേസമയം സമവായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം വിശ്വാസികൾ സഭാ ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധിക്കുകയാണ്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഈ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചു, കാര്യങ്ങളെല്ലാം സമവായത്തിലേക്ക് എത്തി എന്ന് കരുതിയിടത്താണോ വീണ്ടും പ്രതിഷേധം ഉടലെടുക്കുന്നത്? ആര്യ, അങ്ങനെ തന്നെയാണ്. കാരണം പൊതുവിൽ കരുതിയിരുന്നത് ഈ രീതിയിലേക്ക് ഒരു സമവായ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ തന്നെയാണ് പോയിരുന്നത്. കാരണം ഈ ഒരു സമവായം മുൻനിർത്തി തന്നെയാണ് ഈ പദ്ധതി ഈ ഒരു തീരുമാനങ്ങൾ നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകരിച്ച കുർബാന, അതായത് ഈ സിറോ മലബാർ സഭയിൽ സിനഡും എല്ലാം തന്നെ നടപ്പാക്കിയ നിർദ്ദേശമുള്ള ഏകീകൃത കുർബാന അത് നടപ്പാക്കണം എന്നതായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു വലിയ വിഭാഗം വൈദികർ ഉൾപ്പെടെയുള്ളവർ എതിർത്തു. തങ്ങൾക്കത് സാധ്യമാകില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ വലിയ തർക്കങ്ങളിലേക്ക് നമ്മൾ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വലിയ ചർച്ചകളിലേക്ക്, വലിയ വെല്ലുവിളികളിലേക്ക് എല്ലാം തന്നെ നീങ്ങുകയും ചെയ്തു. പിന്നീട് ഇവിടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നു, റാഫേൽ തട്ടിൽ നിയമിതരാകുന്നു. അതിനുശേഷം ഇവിടെ അപ്പോസ്റ്റലേറ്റിക് വികാരി വരുന്നു, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വരുന്നു. തുടർന്ന് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ ചർച്ചകൾ, ഇതിനെല്ലാം ശേഷമാണ് പുതിയൊരു സമവായ സാധ്യതകളിലേക്ക് വരികയും ഏകീകരിച്ച കുർബാന അത് ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം, അത് കടപ്പെട്ട ദിവസം ചൊല്ലാം എന്ന രീതിയിലേക്ക്, അർപ്പിക്കാം എന്ന രീതിയിലേക്ക് വരികയും മറ്റ് സമയങ്ങളിൽ മറ്റ് കുർബാനകൾ ജനാഭിമുഖ കുർബാനയായി തുടരുകയും സഭ മറ്റൊരു തീരുമാനം എടുക്കും വരെ ജനാഭിമുഖ കുർബാനയായിട്ട് അത് തുടരുകയും ചെയ്യും എന്നതെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സമവായത്തിലേക്ക് പോവുകയും വൈദികർക്കെതിരെ എടുത്ത നടപടികൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പുതിയ ഫോർമുല വരുന്നു. അങ്ങനെ ഈ വിഷയങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് അവസാനിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് സഭ ആസ്ഥാനത്ത് മുന്നിൽ നടക്കുന്ന പ്രതിഷേധമാണ്. ഇത് വൺ ചർച്ച് വൺ കുർബാന എന്ന രീതിയിലുള്ള മൂവ്മെൻ്റാണ്. ഇത് നേരത്തെ ഈ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം തന്നെ ബിഷപ്പുമാർക്കൊപ്പം തന്നെ സഭാ നേതൃത്വത്തിനൊപ്പം തന്നെ നിലകൊണ്ട വിശ്വാസികളാണ്. ഈ ഒരു സമവായ ഫോർമുല അത് തെറ്റാണ്, അത് അങ്ങനെ നടപ്പാക്കുന്നത് ഏകപക്ഷീയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനപ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക, സഭാ
നേതൃത്വം തങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. മാർ ജോസഫ് പാംപ്ലാനി ഇതിൽ നിന്ന് പുറത്താക്കുക, റാഫേൽ തട്ടിൽ രാജിവെക്കുക എന്നതെല്ലാമാണ് അവർ പറയുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവും കാര്യങ്ങളുമായിട്ടും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്? കാരണം ഒരു സഭാ നേതൃത്വം, ഔദ്യോഗിക നേതൃത്വം അതൊരു തീരുമാനത്തിലേക്കെല്ലാം എത്തിയിരിക്കുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് സിറോ മലബാർ സഭ 35 രൂപതകൾ ഉൾക്കൊള്ളുന്നതാണ്. 35 രൂപതകളും കൂടി ഒരുമിച്ച് ചേർന്ന് പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം ഈ സഭയിൽ നടപ്പിലാക്കിയത്. അതിന് വിരുദ്ധമായിട്ട് ഈ സഭയെ നയിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ഈ അതിരൂപതയ്ക്ക് മാത്രമായിട്ട് ഒരു മാർഗരേഖ എന്ന് പറഞ്ഞിട്ടൊരു തട്ടിക്കൂട്ട് പരിപാടി, അതായത് സഭയുടെ കുർബാനയെ വേസ്റ്റ് ആക്കിക്കൊണ്ടും സഭ നൈയാമികമല്ലാത്ത കുർബാനയെ സഭയുടെ കുർബാനയായി പ്രഖ്യാപിച്ചുകൊണ്ടും വിശ്വാസികളെ അവഹേളിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ അതിരൂപതയിൽ 5.5 ലക്ഷം വിശ്വാസികളോട് ഈ അധികാരികൾ കാണിച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം നിന്ദനമാണ്. അതുകൂടാതെ തന്നെ കാനോനികപരമായിട്ട് നമ്മുടെ സഭയ്ക്ക് പൗരസ്ത്യ കാര്യാലയത്തിന്റെ കാനോനികപരമായിട്ടാണ് ഈ സഭ നിലനിൽക്കുന്നത്. അതുകൂടാതെ ഈ അതിരൂപതയ്ക്ക് തന്നെ അതിരൂപതാ നിയമസംഹിതയുണ്ട്. ഇതിനെ രണ്ടിനെയും മറികടന്നുകൊണ്ട് സഭ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികരെ വരെ ഇടവക വികാരിമാരായിട്ട് ഇവർ നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഇവരാരെയാണ് പ്രതിദാനം ചെയ്യുന്നത്? ഇവർ സഭയാണോ പ്രതിദാനം ചെയ്യുന്നത്? അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ഗൂഢസംഘത്തെയാണോ ഇവർ പ്രതിദാനം ചെയ്യുന്നത്? ഞങ്ങൾ സഭാമക്കൾക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ തൊപ്പി തലയെ വെക്കാനും ഈ അരപ്പട്ട അരയെ കെട്ടാനും നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ സഭയാണ് പ്രതിദാനം ചെയ്യുന്നതെങ്കിൽ സഭ ഞങ്ങൾക്കായി പകർന്നു നൽകിയ നൈയാമികമായ വിശുദ്ധ കുർബാന അർപ്പണമാണ് ഈ വിശ്വാസികൾക്ക് കൊടുക്കേണ്ടത്. ഇന്ന് സഭയുടെ ഓർമ്മ ദിനത്തിൽ ഞങ്ങൾ 353 പള്ളികളെ പ്രതിദാനം ചെയ്തു വന്നിരിക്കുന്ന ഈ വിശ്വാസ സമൂഹം ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട ദിവസമാണ്. ആ ദിവസത്തിലാണ് ഞങ്ങൾ ഈ ആസ്ഥാന കാര്യാലയത്തിന് മുമ്പ് വന്ന് നിൽക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ ഈ അപ്പോസ്തലിക് വികാരിയും എല്ലാം ആദ്യഘട്ടത്തിൽ ഈ ഒരു നിലപാടുകൾ സ്വീകരിച്ചിരുന്നല്ലോ. പിന്നീട് എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും സഭയുടെ ബോഡിയിൽ വരുമ്പോൾ അവർ സഭയോടൊപ്പമാണെന്ന് പറയുകയും ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഞങ്ങളും നിങ്ങളോടൊപ്പമാണെന്ന് പറയുകയും ഇപ്പുറത്ത് വന്ന് വേറെ ആൾക്കാരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സഭയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വിത്തിൻ 1 month മേജർ ആർച്ച് ബിഷപ്പിന്റെ തൊപ്പി തെറിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വത്തിക്കാൻ വളരെ സസൂക്ഷ്മമാണ് ഈ സിറോ മലബാർ സഭയും ഈ അതിരൂപതയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നടപടികൾ വരും ദിനങ്ങളിൽ വരും. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വരും. പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും. രീതിയിൽ ആ പ്രതിഷേധം ശക്തമായി തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. സഭ ആസ്ഥാനത്ത് മുന്നിലാണ് ഈ സമരം നടക്കുകയും സഭ ആസ്ഥാനത്ത് മുന്നിലാണ് ഈ സമരം നടക്കുന്നത്. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ് നമുക്കിവിടെ പ്രദാനം ചെയ്തിരിക്കുന്നത്. മുന്നിലേക്ക് സഭ യെസ്, ഡാനിപ്പോളാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കത്തിൽ സമവായ ഫോർമുല ഇന്നു മുതൽ നടപ്പാക്കാൻ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് വീണ്ടും പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തേക്ക് എത്തുന്നത്. പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ച് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പ്രതീക്ഷിച്ച ഇടത്തു നിന്നാണ് വീണ്ടും പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നത് എന്നതാണ് സാഹചര്യം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ട ഏഞ്ചലിന്റെ അമ്മ ജെസിമോൾ എന്ന സിന്ധുവിനെയാണ് മണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പതിവായി വീട്ടിൽ വൈകി വന്നതാണ് പ്രകോപന കാരണമെന്ന് അച്ഛൻ ജോസ്മോൻ മൊഴി നൽകി. വീട്ടുകാർക്ക് മുൻപിൽ വെച്ച് കഴുത്ത് ഞെരിക്കുകയും വീട്ടുകാരെ മാറ്റിയ ശേഷം കഴുത്തിൽ തോർത്ത് കുരുക്കി മരണം ഉറപ്പാക്കിയെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ വീട്ടുകാരെയും പ്രതി ചേർത്തേക്കും. ശരണ്യ സ്നേഹജൻ അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. എന്തായാലും
അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അമ്മയും അമ്മാവനെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അത്തരത്തിലാണ് വരുന്നത്. പതിവായി വീട്ടിൽ വൈകി വന്നതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിൽ വലിയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പിതാവ്. ശരണ്യ സ്നേഹിജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ അമ്മയും അമ്മാവനെയും കൂടി കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ശരണ്യ, കേൾക്കുന്നുണ്ടോ? ശരണ്യയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ആലപ്പുഴയിലെ ഓമനപ്പുഴയിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇത്തരത്തിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി എന്നുള്ളത്. ശരണ്യ തുടരുന്നുണ്ട് എന്നതാണ് കരുതുന്നത്. ശരണ്യ, കേൾക്കാമെങ്കിൽ അമ്മയും അമ്മാവനെയും കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്താണ് സാഹചര്യം? നമ്മളിപ്പോൾ ഉള്ളത് ഓമനപ്പുഴയിൽ കഴിഞ്ഞ ദിവസം 28-കാരി കൊല ചെയ്യപ്പെട്ട വീട്ടിലാണ് ഉള്ളത്. ഓമനപ്പുഴ സ്വദേശിയായ ഏഞ്ചൽ എന്ന 28-കാരിയാണ് കൊല ചെയ്യപ്പെട്ടത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം വീട്ടിലെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണഞ്ചേരി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിയായ, അതായത് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛനായ ജോസ്മോനെ കൂടി സ്ഥലത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. മഹസർ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഏഞ്ചലിന്റെ സംസ്കാരം നടന്നിരുന്നു. അതിനുശേഷം ഈ കേസിൽ ഇന്ന് രാവിലെ മറ്റ് നിർണായകമായ ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ജോസ്മോനായിരുന്നു ആദ്യം കസ്റ്റഡിയിലായിരുന്നത്. ഇപ്പോൾ ജോസ്മോന് ശേഷം അമ്മയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. ഇവരുടെ അമ്മാവനും ഒപ്പം തന്നെ ഈ ജോസ്മോന്റെ ഭാര്യ ജെസ്സി, ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ അലൂഷ്യസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർക്ക് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ എന്തായാലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓമനപ്പുഴയിലെ വീട്ടിലാണ് പോലീസ് സംഘം, മണ്ണഞ്ചേരി പോലീസ് സംഘം എത്തിയിട്ടുള്ളത്. മണ്ണഞ്ചേരി CA ടോൾസൺ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ മറ്റു പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രതിയെ വളരെ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇതിനകത്ത് മറ്റുള്ളവർക്ക് ഈ സംഭവത്തെ സംബന്ധിച്ച് അറിയാമായിരുന്നു എന്നുള്ളൊരു വിവരം കൈമാറിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നതായി അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏഞ്ചൽ ഇവിടെ സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വന്നിരുന്ന ആളാണ്. മാത്രമല്ല വൈകി വന്നതിനെ സംബന്ധിച്ച ചില തർക്കങ്ങളാണ് ഈ ഒരു പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അതായത് ഈ താമസിച്ചു വന്ന ഈ കൊലപാതകം നടന്ന സമയത്തും ആ ദിവസം ഏഞ്ചൽ എത്തിയത് ചൊവ്വാഴ്ച രാത്രി 10:30 അവിടെ വെച്ചാണ് ഈ സംഘർഷങ്ങൾക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ആലപ്പുഴ ഓമനപ്പുഴയിലാണ് ഇത്തരത്തിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത്. എന്തായാലും ആ കേസിൽ ഇപ്പോൾ അമ്മയും അമ്മാവനെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. നമുക്ക് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ന്യൂസ് ട്രെൻഡ്സിൽ ഇനി TG സജിത്തും KP അഭിലാഷും ചേരും. നമസ്കാരം.